ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം പോലും ആകാറുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ബന്ധങ്ങൾ തകർത്തേക്കും. പലപ്പോഴും വളരെ ക്ലോസ് ആയിരിക്കുന്ന ആളുകൾ അകന്നു പോവാൻ കാരണമായിരിക്കും. പലപ്പോഴും നല്ല നല്ല വാക്കുകൾ അകന്നുപോയ ആളുകളെ അടുപ്പിച്ചു കൊണ്ടുവരാനും കാരണമാവാറുണ്ട്. ഇന്ന് നമ്മുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതും അതേസമയം നമ്മുടെ റിലേഷൻസിനെ നന്നാക്കാനുള്ളതായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരുപാട് ക്രിറ്റിസിസം ആരെങ്കിലും ഒരു തമാശയ്ക്കായിട്ടാണെങ്കിൽ പോലും കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനും ഏതിനും അവർ മറ്റുള്ളവരെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് വെച്ച് സംസാരിക്കൂ, അല്ലെങ്കിൽ ഒന്ന് കുത്തിയെ സംസാരിക്കൂ. ക്രിറ്റിസിസം എന്ന് പറയുന്നത് അവരുടെ ഒരു ഹോബിയാണ്. പക്ഷേ ഞാൻ മറിച്ചൊരു കാര്യം കണ്ടിട്ടുള്ള എന്താണെന്നറിയോ, ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ എന്തെങ്കിലും ചേർത്ത് പറയുന്ന ആളുകൾക്ക് അവരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് അവർ ഡിസ്റ്റർബ്ഡ് ആവണ കാണാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കാത്ത കാര്യത്തിന് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ, എന്നാലും തമാശയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ വീക്ക്നെസ്സിനെ കുത്തിപ്പറഞ്ഞ് അതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് അല്ലെങ്കിൽ അവരൊരു അബദ്ധത്തിനെ എടുത്തു പറഞ്ഞ് കളിയാക്കി ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വായിൽ നിന്ന് വരിക എന്ന് വെച്ചൊരു ഊർജ്ജമാണ് വരുന്നത്. ഒരു വാക്ക് എന്ന് വെച്ചൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം നിങ്ങൾ എന്ത് പുറപ്പെടുവിക്കുന്നുണ്ടോ അത് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അനാവശ്യമായിരിക്കുന്ന ക്രിറ്റിസിസം ഒഴിവാക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പറയണം എന്ന് തന്നെ വിചാരിച്ചോളൂ. ഒരാൾക്ക് തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെടുത്ത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യൂ എന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു പബ്ലിക്കായ ഒരു ഗ്രൂപ്പിൽ വെച്ചിട്ട് ഒരാളെ നിങ്ങൾ തിരുത്താൻ നോക്കിയിട്ട് ഒരിക്കലും അവർ തിരുത്തപ്പെടില്ല. എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞാൽ പഠിക്കും എന്ന് പലരും പറയണേക്കാം. പഠിക്കുകയല്ല ചെയ്യുക, അവർ റിയാക്റ്റീവ് ആവുക ചെയ്യുക. നിങ്ങളുടെ അടുത്ത് അവർ അകലേ ഉള്ളൂ, അടുക്കില്ല. അതുകൊണ്ട് ആദ്യം ആവശ്യം നമ്മൾ വിമർശനങ്ങളെ പരമാവധി ഒഴിവാക്കുക. ഇനി അഥവാ പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് സ്നേഹത്തോടു കൂടി അവർ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും അവർ തിരുത്താൻ തയ്യാറാവും. അല്ലാതെ ഗ്രൂപ്പിൽ വെച്ച് വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്, ഒരാൾ ചെയ്യുന്ന കർമ്മത്തിന് മൂല്യം കണക്കാക്കാനായിട്ട് തയ്യാറാവണം. ഞാൻ ഭാഗവതം വായിക്കുന്ന സമയത്ത് ഭാഗവതത്തിൽ പലരും കേട്ടിട്ടുണ്ടാവും ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ കുചേരനും ഒന്നിച്ച് വിറക് മുറിക്കാൻ പോയതായിട്ടുള്ള കഥ. എന്തിനാണ് ശ്രീകൃഷ്ണൻ വിറക് മുറിക്കാൻ വേണ്ടി പോയത്? രാജകുമാരന് നാളെ വിറക് മുറിച്ചിട്ടൊരാവശ്യം വരുന്നതാണോ? അല്ല. തൻ്റെ രാജ്യത്തിലുള്ള ഓരോ കർമ്മത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അത് ചെയ്ത് ശീലിച്ചാലേ പറ്റൂ. അതുകൊണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഗുരുകുലങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നതും എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്ന ഒരു ചൊല്ല് ഞാൻ ഓർമ്മിക്കും, പ്ലായലെടുക്കാൻ പ്രായമായവർ പ്ലാവിലെടുക്കണം എന്ന് വെച്ചാൽ അർത്ഥം, ഒരു പണ്ടത്തെ കാലത്ത് കഞ്ഞി കുടിക്കാൻ വേണ്ടി പ്ലാവില കൊണ്ട് ഇങ്ങനെ ഒരു കുമ്പിൾ പോലെ കുത്തി കഞ്ഞി കുടിക്കുമായിരുന്നു. അപ്പോൾ പ്ലാവില പറക്കിക്കൊണ്ടാൻ പ്രായമായാൽ ആ കുട്ടീനെ അതും ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ അർത്ഥം അവന് മറ്റൊരു കാര്യം ചെയ്യാൻ സമയം കൊടുക്കില്ല എന്നല്ല. ആ കാര്യം ആ പ്രായത്തിൽ ചെയ്ത് പഠിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ആ കുട്ടി പഠിക്കുക. അതുകൊണ്ട് ഓരോ കർമ്മത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്തു നോക്കിയാലേ നമുക്കതിൻ്റെ മഹത്വം അറിയൂ. അപ്പോൾ ഒരു കാര്യത്തിന് വാല്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒന്നുകിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഒരു കഴിവ് നമുക്ക് വേണം. ഇനി അഥവാ നിങ്ങൾക്കറിയാത്തൊരു കാര്യമെന്ന് വിചാരിച്ചോളൂ, എല്ലാ കാര്യവും ഈ ലോകത്ത് ചെയ്തു നോക്കാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷേ മറ്റൊരാളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് മൂല്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ഒരാളൊരു കാര്യം നന്നായി ചെയ്താൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കാൻ, അഭിനന്ദിക്കാൻ ഒരു വിഷമവും നമ്മൾ വിചാരിക്കരുത്. പിന്നെ മൂന്നാമത്തൊരു പോയിൻ്റ്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ, അതിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ. അതിനെന്ത് വേണം? തൽക്കാലം നിങ്ങൾക്ക് ഇറിറ്റേഷൻ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മൗനമായിട്ടെങ്കിലും ഇരിക്കൂ, കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് കത്തി വരും ആ ദേഷ്യം. എന്നാൽ ഒന്നുകിലൊന്ന് എഴുതി തീർക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കി
സെക്കൻഡ്സിന് അവിടെ നിന്ന് മാറ്റുക. ഏതെങ്കിലും യുക്തി ഉപയോഗിച്ച് കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം പിന്നെ ആ കാര്യം നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ദേഷ്യം എത്രയോ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുകയാണ് എങ്കിൽ വേണ്ട അളവിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ചാർജായി മാറും. ഇമോഷണലി ചാർജിൻ്റെ കൂടെ ദേഷ്യം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇമോഷണലി ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ട് മാറും. ആ സമയത്ത് ഒരു ചെറിയ റിയാക്ഷന് പകരം നിങ്ങൾ പൊട്ടിത്തെറിക്കും. അത് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ തകർക്കും. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റും ഉണ്ടാക്കും. നിങ്ങൾക്കറിയോ, ഒരു പ്രാവശ്യം നമ്മൾ വല്ലാതെ ദേഷ്യപ്പെട്ടു പോയാൽ 4 മണിക്കൂർ സമയം ഉന്മേഷവും ഉത്സാഹവും തരേണ്ട നൈട്രസ് ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ നിന്ന് ബേണായി പോവും. അതുകൊണ്ട് തന്നെ സന്തോഷം ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ഉത്സാഹം ഉണ്ടാവില്ല, കർമ്മങ്ങളിൽ ഏകാഗ്രത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം അതുകൊണ്ട് അതിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ കേൾക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ആധാരത്തിൽ മറ്റൊരാളോട് തീരുമാനം എടുക്കരുത്. ഒരു ഭാഗം മാത്രം കേൾക്കരുത്. പറയുമ്പോൾ കേൾക്കാം നമുക്ക്, പക്ഷേ എന്ത് വിചാരിക്കണം, ഇവരുടെ കാഴ്ചപ്പാട് ഇത്, ഇനി മറ്റൊരുടും കൂടെ കേട്ടിട്ട് അതിൻ്റെ റിയാലിറ്റി എന്തെന്നുള്ള കാര്യം നമുക്ക് ഉൾക്കൊള്ളാം. ഒരു പക്ഷേ ഇവർ കേട്ട കാര്യത്തിന് നേരെ വിപരീതമായിരിക്കും ഇവർ പറയുന്നുണ്ടായിരിക്കുക. രണ്ടുപേരുടെ കാര്യത്തിനും നിഷ്പക്ഷമായി കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ, ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് കേൾപ്പിച്ച കാര്യങ്ങളുടെ ആധാരത്തിൽ തീരുമാനം എടുക്കാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല, ഈ ജീവിതത്തിൽ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് പ്രതിഫലം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് മാത്രം കർമ്മം ചെയ്യരുത്. അതായത് ഞാനിപ്പോൾ ഇവരെ സഹായിച്ചു കൊടുത്താൽ ഇവരിൽ നിന്ന് എനിക്ക് എന്താ നേട്ടം എന്ന് ചിന്തിച്ചിട്ട് മാത്രം കർമ്മം ചെയ്യരുത്. എപ്പോഴും സെൽഫ്ലെസ് ആയിരിക്കുന്ന സർവീസ്. നിങ്ങൾക്ക് ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ, പറ്റുന്ന പോലെയൊക്കെ സഹായിച്ചോളൂ. ആ സഹായങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പുണ്യകർമ്മത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറും. അത് സമയം വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു സഹായം എനിക്കില്ലാണ്ടാവുമെന്ന് തോന്നുന്ന സമയത്ത് ആ പുണ്യകർമ്മം സഹായവും ഹസ്തവുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ, ഇപ്പം ഞാൻ ഇവരോട് സഹായം കൊടുത്തു, അവരെന്നോട് ഇങ്ങനെ പെരുമാറിക്കൊള്ളണം എന്ന കണ്ടീഷൻസ് ഇല്ലാതെ, ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിത് കിട്ടണം എന്ന് വിചാരിക്കാതെ, ഇവരെ ഞാൻ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ കിട്ടാൻ പോകുന്നത് എന്ന ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ സേവനം അനുഷ്ഠിക്കൂ. തീർച്ചയായിട്ടും ആ ഹെൽപ്പിംഗ് നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് ഒരുപാട് സപ്പോർട്ട് തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് സംസാരിക്കുക. ചില ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവർ ഓടിപ്പോവും, അവരെ വായിൽ കുരുങ്ങിപ്പോയാൽ രക്ഷപ്പെടില്ല, ഇങ്ങ് മാറിപ്പോക്കോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ആവശ്യത്തിന് സംസാരിക്കൂ. ആവശ്യമില്ലാണ്ട് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, സംസാരിക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാവിൻ്റെ മേലെ ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. വേണ്ടതും വേണ്ടാത്തതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അവരോട് കുറച്ച് ക്ലോസ് ആയെന്ന് അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാക്കി തീർക്കുക. അതുകൊണ്ട് അമിതമായിട്ടുള്ള സംസാരമാണ് പലപ്പോഴും ഇത്തരം പല ആപത്തുകളും നിങ്ങളെ കൊണ്ട് കുരുക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ആവശ്യത്തിന് സംസാരിക്കുക. സംസാരിക്കേണ്ടെന്നല്ല, സംസാരിക്കുന്ന ഒരു രസമുള്ള കാര്യം തന്നെയല്ലേ. നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത്, സന്തോഷിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആ സംസാരവും സന്തോഷവും അവസാനം സന്താപത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സംസാരിക്കുക എന്നൊരു ശീലം കൊണ്ടുവരുന്നതും നല്ലതാണ്. മാത്രമല്ല, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് പറയേണ്ടവരോടേ പറയാവൂ. അത്തരം രഹസ്യങ്ങൾ നമ്മുടെ ലൈഫിൽ രഹസ്യങ്ങളാക്കി വെക്കുന്ന നല്ലതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്തതുണ്ടാവും, ഈശ്വരനോട് പറഞ്ഞിരിക്കണം കേട്ടോ. അത് പറയുമ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ്, മനസ്സിൻ്റെ ഉള്ളിൽ സീക്രട്ട് സൂക്ഷിക്കണം എന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ച് നമ്മുടെ ഉപബോധ മനസ്സിനെ കേടാക്കരുത്. അതെല്ലാം ഒഴുക്കി കളയാൻ നിങ്ങൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ തുറന്ന് കത്തെഴുതിക്കോളൂ. പക്ഷേ മനുഷ്യന്മാരോട് പറയുമ്പോൾ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിന്തിച്ച് ആലോചിച്ച് സംസാരിക്കണം. വേണ്ടത്ര സീക്രട്സ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണം. പിന്നെ മറ്റൊന്ന്, അധികം തിന്നാതിരിക്കുക. വളരെ കുറച്ച് കഴിച്ചത് കൊണ്ടൊരു മനുഷ്യൻ മരിച്ചു എന്ന് പറയില്ല, പക്ഷെ അധികം കഴിക്കുന്നത് കൊണ്ടാണ് അധികം ആളുകൾ മരിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം അത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഇന്നത്തെ ലോകത്ത് ടേസ്റ്റിൻ്റെ പേരിൽ എന്തൊക്കെ സാധനങ്ങളാണ് മനുഷ്യന്മാർ ആഹാരത്തിൽ കലർത്തുന്നതെന്നറിയോ? പലപ്പോഴും
പല സാധനങ്ങളും പതുക്കെ പതുക്കെ വയറിന് ക്യാൻസർ ഉണ്ടാക്കും, നാവിന് ക്യാൻസർ ഉണ്ടാക്കും, നിങ്ങളുടെ ശരീരത്തെ വിഷലിപ്തമാക്കി മാറ്റും, അവസാനം നിങ്ങൾ പെർമനൻ്റ് രോഗിയാക്കി മാറ്റും. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം ആവശ്യത്തിന് കഴിക്കുകയും ഞാൻ എന്ത് കഴിക്കുന്നു എന്ന് കഴിക്കരുത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുകയും ആവശ്യത്തിന് മാത്രം എത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കുറേ കണ്ടോട്ടെ, പക്ഷെ ഒരു കൺട്രോളിങ്ങോടുകൂടി അതിനെ കഴിക്കുക. അതും വളരെ നല്ലൊരു സ്വഭാവമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ടത്, നമുക്ക് നമ്മളുടെ മേലൊരു ശ്രദ്ധ വേണം. ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി രണ്ട് ഡ്രസ്സിങ്ങും അത്യാവശ്യമാണ്. നമ്മളൊരാൾ കാണുന്ന സമയത്ത് നമുക്ക് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലും ഡ്രസ്സ് ചെയ്യരുത്. മറ്റൊരാളുടെ കണ്ണിനെ മോശമാക്കുന്ന രീതിയിൽ, ഭാവനകളെ മോശമാക്കുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യരുത്. റോയലായിട്ട് ഡ്രസ്സ് ചെയ്യണം. ഒപ്പം നമ്മുടെ ഈ ഡ്രസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം പവർഫുള്ളാണ് നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സിങ്ങും. എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഓറ. നിങ്ങൾ ഒരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓറയുടെ ബ്രൈറ്റ്നസ് കൂട്ടും. ഒരു നെഗറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓറയുടെ ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യും. ഓറയുടെ ബ്രൈറ്റ്നസ് കുറയാന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ബാറ്ററി ഡിസ്ചാർജ് ആവുക എന്നർത്ഥം. ബാറ്ററി ചാർജ് ആവുക എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിൽ ടെൻഷൻ വരിക എന്നർത്ഥം, സ്ട്രെസ്ഫുൾ ആവുക എന്നർത്ഥം, കർമ്മങ്ങളിൽ എഫിഷ്യൻസി കുറയുക എന്നർത്ഥം, പതുക്കെ പതുക്കെ താഴേക്കുള്ള യാത്ര ആരംഭിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലും സന്തോഷം കൊണ്ട് ഡ്രസ്സ് ചെയ്യണം. ഒപ്പം ശരീരത്തിന് പ്രോപ്പർ വേര് നമുക്ക് ഡ്രസ്സ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ആരിലും പോസിറ്റീവായിരിക്കുന്ന ഒരു പ്രഭാവം ഉണ്ടാക്കുകയും അത് നിങ്ങൾക്ക് എവിടെ ചെന്നാലും അറിയാതെ മനസ്സുകളിൽ ആദരവ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെങ്കിൽ ആ മനസ്സിൽ ആദരവുള്ള ആളെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് പോകും. ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡായിരിക്കുന്ന ബ്രഹ്മബാബയുടെ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ബ്രഹ്മകുമാരീസ് ആരംഭിക്കുന്നതിന് മുന്നുള്ളതായിരിക്കുന്ന സമയത്ത് അന്ന് ദാദാ ലേഖരാജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളായിരുന്നു ബ്രഹ്മബാബ. പിന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തിന് പുറമെയുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതിൽ ബാബ ഒരുപാട് തടസ്സങ്ങൾ വയ്ക്കുമായിരുന്നു. കാരണം ആഹാരത്തിൻ്റെ കൂടത്തിലുണ്ടാകുന്ന ആരോഗ്യത്തെ കണക്കാക്കിക്കൊണ്ട് തന്നെ പലപ്പോഴും ടൂറ് പോകുന്ന സമയത്ത് ബ്രഹ്മബാബയുടെ ലൗകിക പുത്രൻ നാരായൺ ദാദ ദേഹം ഉപേക്ഷിച്ചു. ദാദ നേരിട്ട് പറഞ്ഞ അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. ഒരിക്കൽ ബ്രഹ്മബാബയും ഫാമിലിയും കൂടി കാശ്മീരിൽ സുഖവാസത്തിന് വേണ്ടി പോയി, ടൂറിന് വേണ്ടി പോയി. അന്ന് ബാബയുടെ സിസ്റ്റം എങ്ങനെയായിരുന്നു വെച്ചാൽ ആ ഹോട്ടൽ മൊത്തം ബാബ റെൻറ്റിനെടുക്കും. വീട്ടിലെ കുക്കായിരുന്നു ഹോട്ടലിൽ കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു എഗ്രിമെൻറ്റോട് കൂടി ഒരു മാസത്തേക്ക് ആ ഹോട്ടൽ മൊത്തം ബാബ എടുത്തു. വീട്ടിലെ കുക്കായിരുന്നു അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഹോട്ടലിൻ്റെ ഓണർ എത്ര പൈസ ആവശ്യപ്പെട്ടു അത്രയും കൊടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിന് ഹാപ്പിയസ്റ്റായി ജീവിക്കുന്ന രീതിയിലായിരുന്നു ബാബ കാശ്മീരിൽ അന്ന് കുടുംബത്തെയും കൊണ്ട് താമസിക്കാനായിട്ട് ഒരുങ്ങിയത്. അങ്ങനെ താമസം കഴിഞ്ഞ് തിരിച്ചു പോരാൻ ദിവസമായപ്പോൾ അവിടുത്തെ ആ ഹോട്ടൽ ഉടമയ്ക്ക് തോന്നുകയാണ് ഇത്രയും അധികം പൈസ ചിലവഴിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പറഞ്ഞാൽ പോരായിരുന്നു, കുറച്ചുകൂടെ പൈസ കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. അയാൾ ആവശ്യപ്പെട്ടത് തന്നെ സാധാരണ അതിന് വേണ്ടതിനേക്കാൾ വലിയൊരു എമൗണ്ടാണ്. ബാബ ഒരു വാദിക്കാനും നിൽക്കാതെ ആവശ്യപ്പെട്ട എമൗണ്ടിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു ആ ഒരു ഹോട്ടൽ വാടകയ്ക്ക് എടുത്തത്. പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം പിന്നെയും കൂടുതൽ ചോദിച്ചപ്പോൾ ബാബ പറഞ്ഞു തരില്ല, നിനക്ക് തരേണ്ടതിൻ്റെ എത്രയോ മടങ്ങ് ഞാൻ തന്നു എന്ന് എനിക്കറിയാം, അത് നിൻ്റെ അധികാരമായിരുന്നു, ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊരു കാശ്മീരി രാജാവിൻ്റെ അടുത്ത് ബ്രഹ്മബാബയുടെ പേരിൽ കേസ് ഫയൽ ചെയ്തു. ബാബ എന്നെ കുറ്റവിചാരണയ്ക്ക് വേണ്ടി രാജദർബാറിലേക്ക് വിളിച്ചു. രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. നാരായൺ ദാദ 10 വയസ്സുള്ള മകനാണ്. അച്ഛനും മകനെയും കൂടെ കൂട്ടിക്കൊണ്ടായിരുന്നു അന്ന് രാജദർബാറിലേക്ക് പോയത്. അപ്പോൾ നാരായൺ ദാദ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ആ രാജദർബാറിലേക്ക് ബ്രഹ്മബാബ കാലെടുത്ത് വെച്ചപ്പോൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം അത്രയുമായിരുന്നു. ആ കാല് വെച്ച് ഉള്ളിലേക്ക് കയറിയതോടുകൂടി അറിയാതെ രാജാവ് തൻ്റെ സിംഹാസനത്തിന് എഴുന്നേറ്റ് നിന്ന് പോയി. രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ ആ രാജസദസ്സിലുള്ള എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നു. രാജാവിന് ഞാൻ എഴുന്നേറ്റ് പോയി എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം മുഴുവൻ സദസ്സിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിചാരണയ്ക്ക് കൊണ്ടുവന്ന ഒരു ആളെയാണ് സദസ്സിലേക്ക് കയറി കൂട്ടിക്കൊണ്ടുവരുന്നത്. അയാൾ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പോവുകയാണ്. അപ്പോൾ രാജാവ് ചുറ്റും എല്ലാവരെയും നോക്കി എന്താണ് ഇവരൊക്കെ എഴുന്നേറ്റുന്നതെന്ന്. അപ്പോൾ എല്ലാവരും രാജാവിനെ നോക്കി. അപ്പോൾ ആ രാജാവിന് മനസ്സിലാവുന്നത് ഞാനും എഴുന്നേറ്റ് നിൽക്കുകയാണല്ലേ എന്ന്. അപ്പോൾ പറഞ്ഞു പോലും ഇങ്ങനൊരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിൽ കർമ്മം ചെയ്യില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന്. ഇതിൻ്റെ പേരാണ് വ്യക്തിപ്രഭാവമെന്ന്. നന്മയുടെ, ഗുണത്തിൻ്റെ, സത്യത്തിൻ്റെ, സഹായത്തിൻ്റെ, അതുപോലെ തന്നെ സമർപ്പണത്തിൻ്റെ,
ഗുണങ്ങളുടെ വിളനിലമായിരുന്നു ബ്രഹ്മബാബ. അതുകൊണ്ട് ഈ വാല്യൂസ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അർത്ഥം സ്വാഭാവികമായി നമ്മുടെ വ്യക്തിത്വം അതിൻ്റെ മാക്സിമത്തിൽ പ്രകടമാകുന്ന അവസ്ഥയായിരിക്കും, മറ്റുള്ളവർക്ക് സുഖദായിയായിരിക്കും. അതുകൊണ്ട് ബ്രഹ്മബാബയിലൂടെയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന ഇത്രയും വലിയൊരു സംഘടന സ്വയം ഭഗവാൻ സ്ഥാപിക്കുന്നതും ലോകത്ത് 147 രാജ്യങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ട് മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ഒരു സമൂഹത്തിന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഈ രീതിയിൽ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്കറിയാതെ നിങ്ങൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് പോവും, നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം തന്നു പോവും. ഇതിൻ്റെ പേരാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന്. ആ രീതിയിൽ തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.